മരണത്തിനപ്പുറം എന്താണെന്ന് എല്ലാവരും ചിന്തിക്കുകയും ഉത്തരം തേടുകയും ചെയ്യുന്ന ഒരു വിഷയമാണ്. ശാസ്ത്രം പുരോഗമിച്ചിട്ടും മനുഷ്യന് ഒഴിവാക്കാനാവാത്ത രണ്ട് കാര്യങ്ങളാണ് ജനനവും മരണവും. ജനനം മനുഷ്യന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല എങ്കിലും മരണത്തിന് മുമ്പിൽ മനുഷ്യൻ ഇന്നും പകച്ചു നിൽക്കുകയാണ്. ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതാണ് മരണമെന്ന് സഭാപ്രസംഗി പറയുന്നു. മരണം മനുഷ്യന് ഒരു പ്രഹേളികയോ ശത്രുവോ ഒക്കെ ആണെങ്കിലും അപ്പോസ്തലനായ പൗലോസിന് അങ്ങനെയല്ല. മരണത്തെക്കുറിച്ച് സാധാരണ മനുഷ്യൻ ഞെട്ടലോടെ മാത്രം ചിന്തിക്കുമ്പോൾ എത്ര സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് പൗലോസ് ചിന്തിക്കുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ 10 വരെ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അമർത്യമായ പാർപ്പിടത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന വാഹനമായിട്ടാണ് പൗലോസ് മരണത്തെ ചിത്രീകരിക്കുന്നത്. മരണം അതിൽ തന്നെ ഒരു ശത്രുവായിരുന്ന കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ശത്രുവിനെ യേശുക്രിസ്തു പരാജയപ്പെടുത്തി. ഇന്ന് മരണം ശത്രുവല്ല, നിത്യജീവിതത്തിലേക്കുള്ള യാത്രയിൽ കടന്നു പോകേണ്ട ഒരു വാതിൽ മാത്രമാണ്. മരണത്തെക്കുറിച്ച് പല അബദ്ധധാരണകളും ഇന്ന് മനുഷ്യൻ വെച്ചു പുലർത്തുന്നു. മരണം എന്നത് ശുദ്ധീകരണ സ്ഥലത്തേക്കുള്ള നമ്മുടെ പ്രവേശന കവാടം മാത്രമാണെന്നും ഭൂമിയിൽ പരിഹരിക്കാനാവാത്ത വിഷയങ്ങൾ പരിഹരിച്ച് സ്വർഗപ്രവേശനത്തിന് വഴിയൊരുക്കുന്ന സ്ഥലമാണെന്നും ചിന്തിക്കുന്നവരുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മരിച്ചവർക്ക് വേണ്ടി ഭൂമിയിൽ പ്രാർത്ഥനകളും കുർബാനകളും അർപ്പിക്കുന്നവരുമുണ്ട്. എന്നാൽ തിരുവെഴുത്തിൽ ഇതിനാധാരമായ ഒരു വചനം പോലും ഇല്ല. മരണത്തിൻ്റെ നിത്യമായ പിടിയിൽ നിന്നും പുനർജന്മത്തിലൂടെ മോചനമുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മരണം നിത്യശത്രുവായതിനാൽ അതിൻ്റെ ഭയത്തിൽ നിന്നും മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസം നൽകുവാൻ കണ്ടെത്തിയ മാർഗമാണ് പുനർജന്മം. പുതിയ പുതിയ ജന്മങ്ങൾ ഉണ്ടാകുന്നതിനാൽ മനുഷ്യൻ മരണാനന്തര ഭീകരാവസ്ഥകൾ അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നും ഈ കൂട്ടർ ചിന്തിക്കുന്നു. എന്നാൽ ബൈബിൾ ഇത് അംഗീകരിക്കുന്നില്ല. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. മരണശേഷം നിലനിൽക്കുന്ന ആത്മാവില്ല, അതിനാൽ ശിക്ഷാവിധിയുമില്ല. അതിനാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം മുഴുവൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നവർ പറയുന്നു. മരണത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സകല മനുഷ്യരും മരിക്കും. പാപത്തിൻ്റെ ഫലമാണ് മരണം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് വെച്ചിരിക്കുന്നു. മരിച്ചവർക്ക് അവർ ആയിരിക്കുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുവാൻ കഴിയുകയില്ല എന്നും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. മരണത്തെക്കുറിച്ച് പൗലോസ് തൻ്റെ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: മരണമെന്നത് താൽക്കാലിക കൂടാരത്തിൽ നിന്നും നിത്യഭവനത്തിലേക്കുള്ള മാറ്റമാണെന്നും നമ്മുടെ ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുന്ന അവസ്ഥയാണെന്നും നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണെന്നും പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയതേ മക്കളെ, നമുക്ക് ഈ ഭൂമിയിൽ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. അത് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളെ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.